ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 38ാമത്തെ പാർട്ടാണേ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഞാനാണല്ലോ കുളിപ്പിച്ച് തന്നെ, അപ്പം ഞാൻ തന്നെ ഡ്രസ്സ് മാറ്റി തരട്ടേന്ന് വർണ്ണയുടെ ടീഷർട്ടിൽ പിടിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. വർണ്ണ ഞെട്ടി. വേണ്ട. അതെന്താ വേണ്ടാത്തേ? ഞാൻ മാറ്റിത്തരും. അത് പറഞ്ഞ അവൾ ഇട്ടിരിക്കുന്ന ടീഷർട്ട് അല്പം ഉയർത്തിയതും വർണ്ണയുടെ മുഖം വിളറി വെളുത്തു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. കുറച്ചു കഴിഞ്ഞിട്ടും ദത്തൻ്റെ ഒരനക്കം കേൾക്കാതെ ആയപ്പോൾ വർണ്ണ പതിയെ കണ്ണു തുറന്നു. ദത്തൻ ഇരു കൈകളും കെട്ടി ബാത്റൂമിൻ്റെ ഡോർ ചാരി നിൽക്കാണ്. എൻ്റെ കുട്ടി എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അല്ലേ? സാരില്ല, നമുക്കിനി കുറേ സമയമുണ്ടല്ലോ. വെയിറ്റ് ടു നോ ദ ഇൻറ്റൻസിറ്റി ഓഫ് മൈ ലവ് പാർട്ട്ണർ. അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ദത്തൻ ബാത്റൂം ഡോർ ചാരി പുറത്തേക്ക് പോയി. വർണ്ണ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും ദത്തൻ തൻ്റെ നനഞ്ഞ ഡ്രസ്സെല്ലാം മാറ്റിയിരുന്നു. അവൻ ജനലിനരികിൽ ഫോൺ നോക്കി നിൽക്കുകയാണ്. വർണ്ണ ഒന്നും മിണ്ടാതെ നേരെ ബെഡിൽ വന്ന് കിടന്നു. കാലിൽ എന്തോ സ്പർശനം തട്ടിയതും വർണ്ണ ബെഡിൽ നിന്ന് ചാടി എണീറ്റു. അവളുടെ കാലിനടുത്തായി ദത്തൻ ഇരിക്കുന്നുണ്ട്. അടങ്ങി കിടക്കടി അവിടെ. ദത്തൻ വർണ്ണയെ ബെഡിലേക്ക് തന്നെ കിടത്തി. അവളുടെ സ്കേർട്ട് മുട്ടിന് മുകളിലേക്ക് കയറ്റി വെച്ചും വർണ്ണ വീണ്ടും എണീറ്റു. എന്താ എന്താ ഈ കാണിക്കുന്നത് ദത്ത? വർണ്ണ അവളുടെ സ്കേർട്ട് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. വർണ്ണയുടെ മുഖഭാവം കണ്ട് ദത്തന് ചിരി വന്നിരുന്നു. ഞാനൊന്നും കാണിച്ചില്ലല്ലോ, കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ദത്തനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. വീണ്ടും അവളുടെ സ്കേർട്ട് കയറ്റി വെച്ചു. വർണ്ണ ബെഡ് റെസ്റ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരുന്നു. ദത്തൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ ചെറിയമ്മ കൊണ്ടുവന്ന മരുന്നെടുത്തു. ശേഷം അവളുടെ കാലിലായി തേക്കാൻ തുടങ്ങിയതും വർണ്ണ ആശ്വാസത്തോടെ പതിയെ കണ്ണു തുറന്നു. എൻ്റെ കുട്ടി വീണ്ടും എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അല്ലേ? ദത്തൻ അതേ കള്ളച്ചിരിയിൽ തന്നെ ചോദിച്ചു. പ്രതീക്ഷിക്കേ? എന്ത് പ്രതീക്ഷിക്കാൻ? അവൾ മുഖത്തെ പതർച്ച മാറ്റി വെച്ച് ഗൗരവത്തിൽ പറഞ്ഞു. അതെ അതെ, ഞാൻ വിശ്വസിച്ചു. ദത്തൻ അവളുടെ കാലിൽ നന്നായി മരുന്നിട്ട് തടവി കൊടുത്തു. വർണ്ണയ്ക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. അത് അവളുടെ മുഖഭാവത്തിൽ നിന്നും ദത്തന് മനസ്സിലായിരുന്നു. ഇനി ബെഡിലേക്ക് കിടന്നേ. ദത്തൻ അവളുടെ കാൽ ചുവട്ടിൽ നിന്നും എണീറ്റുകൊണ്ട് പറഞ്ഞു. ഇനി എന്തിനാ? നീ കേട്ടക്കടി. ദത്തൻ അവളെ എടുത്ത് ബെഡിലേക്ക് കമഴ്ത്തി കിടത്തി. ശേഷം അവളുടെ നടുവിൽ മരുന്ന് തേക്കാൻ ടീഷർട്ട് അല്പം ഉയർത്തി. വേണ്ട ദത്ത, ഞാൻ ഒറ്റയ്ക്ക് തേച്ചോളാം. അതെന്താ, ഞാൻ തടവിത്താതെ നിന്റെ വേദന മാറില്ലേ? അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയ ശേഷം മരുന്ന് കയ്യിലായി എടുത്തു. എൻ്റെ ഈശ്വര, എന്താ ഇത്? അവളുടെ കല്ലച്ച് കിടക്കുന്ന നടുവിലേക്ക് നോക്കി ദത്തൻ ടെൻഷനോട് പറഞ്ഞു. ഡി എണീറ്റേ, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട ദത്ത, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പെട്ടെന്ന് നടുപിടിച്ച് വീണ കാരണമാണ്. കുറച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും. നീ മിണ്ടാതിരുന്ന പറഞ്ഞ, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യം പിടിച്ചിരിക്കുക. അവൻ താക്കിയതുപോലെ പറഞ്ഞ് നടുവിൽ മരുന്ന് തേക്കാൻ തുടങ്ങി. വർണ്ണ വേദന കൊണ്ടൊന്ന് ഉയർന്നു പൊങ്ങി. സാരില്ല, ഇപ്പം മാറും. ദത്തൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വീണ്ടും തടവാൻ തുടങ്ങി. മരുന്ന് നന്നായി തേച്ചു കൊടുത്ത ശേഷം അവൻ പോയി കൈ കഴുകി വന്നു. അവൻ ഡോർ ലോക്ക് ചെയ്ത് ബെഡിൽ വർണ്ണയുടെ അടുത്തായി കിടന്നു. വർണ്ണ തിരിഞ്ഞ് ദത്തൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു. ദത്തൻ അവളുടെ നെറുകിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ദത്ത. വർണ്ണ തല ഉയർത്തി അവനെ വിളിച്ചു. എന്താടാ, നല്ല വേദനയുണ്ടാ? വന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊന്നല്ല ദത്ത. പിന്നെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആണോ? അവനൊരു കള്ളച്ചിരിയോടെ ചോദിച്ചു. പുടപ്പട്ടി. അവൻ്റെ നെഞ്ചിലേക്ക് ഒന്ന് കുത്തിക്കൊണ്ട് വർണ്ണ തിരിഞ്ഞു കിടന്നു. അയ്യോ, എൻ്റെ കുഞ്ഞു പിണങ്ങിയ. ഞാൻ വെറുതെ പറഞ്ഞാടാ. ദത്തൻ തിരിഞ്ഞു കിടക്കുന്ന അവളെ പിന്നെ നിന്ന് ഇറക്കി പുണർന്നു. പക്ഷെ വർണ്ണ അപ്പോഴും പിണങ്ങി കിടക്കുകയാണ്. അത് കണ്ട് ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. ശേഷം അവളുടെ കഴുത്തിലായി തൻ്റെ താടി കൊണ്ട് ഇക്കിളിയാക്കാൻ തുടങ്ങി. അതോടെ ദേഷ്യത്തിൽ കിടന്ന വർണ്ണ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി. ദത്തൻ പെട്ടെന്ന് അവളെ മറിച്ച് അവളുടെ മുകളിലായി കൈകുത്തി നിന്നു. ദത്ത.
വർണ്ണ വേറെയിലൂടെ വിളിച്ചു. ദത്തനൊന്ന് നീട്ടി മൂളി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വെറുതെ എൻ്റെ കൺട്രോളിഫിക്കേഷൻ കളയരുതെന്ന്. ഒരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞ ദത്തൻ അവളുടെ തൊണ്ടക്കുഴിയിലായി മുഖം ചേർത്തു. അവൻ്റെ ചുണ്ടുകളും മീശയും താടിയും അവളുടെ കഴുത്തിലൂടെ ഉരസിക്കൊണ്ടിരുന്നു. വർണ്ണ ദത്തൻ്റെ മുടിയിലൂടെ കൈകൾ കോർത്തു വലിച്ചു ഉയർന്നു പൊങ്ങി. ദത്തൻ്റെ മുഖം അവളുടെ കഴുത്തിലൂടെ ഇഴയുന്നതിനനുസരിച്ച് ദത്തൻ്റെ കൈകളും അവളുടെ ശരീരത്തിലൂടെ അനുസരണയില്ലാതെ ഒഴുകി നടന്നു. ദത്തൻ്റെ ഇടത് കൈ അവളുടെ ടീഷർട്ടിനുള്ളിലേക്ക് കടന്നു. വർണ്ണ ഒന്ന് പൊളഞ്ഞു. അവൻ്റെ കൈകൾ വർണ്ണയുടെ അണിവയറിനെ തഴുകി ഇടുപ്പിൽ വന്നു നിന്നു. ദത്തൻ്റെ കൈകൾ വീണ്ടും സ്ഥാനം മാറിയതും വർണ്ണ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. വേണ്ട ദത്ത, വർണ്ണ പേടിയോടെ പറഞ്ഞു. നിക്കടി, ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ. ദത്തൻ അവളുടെ അരയിലായി എന്തോ തിരയാൻ തുടങ്ങി. പ്ലീസ് ദത്ത, വിട്, അടങ്ങിക്കിടക്കുടി. ദത്തൻ അവളുടെ മേൽ നിന്ന് എണീറ്റു. ശേഷം അവളുടെ ടീഷർട്ട് അല്പം ഉയർത്തി. എടി, നിനക്കറിഞ്ഞാണല്ലേ? ദത്തൻ തല ഉയർത്തി അവനെ നോക്കി ചോദിച്ചു. അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. നീ എന്താ ഇത് എന്നോട് നേരത്തെ പറയാതിരുന്നേ? ദത്തൻ അവളുടെ ടീഷർട്ട് ശരിയാക്കി കൊടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് കടന്നു. നിനക്കെന്താ പറ്റിയത് ദത്ത? വർണ്ണൊന്നും മനസ്സിലാവാതെ ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല കുഞ്ഞെ, നീ ഇപ്പോൾ കുറച്ചു നേരം കിടന്നുറങ്ങ്. അത് പറഞ്ഞ് ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് കിടന്നു. ദത്തനെ നോക്കി കിടന്ന് വർണ്ണ എപ്പോഴും ഉറങ്ങിപ്പോയി. ദർശനയുടെ ഡോറി തട്ടിയുള്ള വിളി കേട്ടാണ് വർണ്ണ കണ്ണു തുറന്നു നോക്കിയത്. ദത്തൻ തന്നെ ചേർത്ത് പിടിച്ച് നല്ല ഉറക്കത്തിലാണ്. അവൾ ശബ്ദമുണ്ടാക്കാതെ തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന തൻ്റെ കൈകളെടുത്ത് മാറ്റി ചെന്ന് ഡോർ തുറന്നു. വേദന കുറവുണ്ടോ വർണ്ണ? കുറവുണ്ട് ഏട്ടത്തി. എന്നാൽ താഴേക്ക് വാ, ഭക്ഷണം കഴിക്കാൻ സമയമായി, ഞാൻ റൂമിൽ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം. അത് പറഞ്ഞ ദർശന റൂമിലേക്ക് പോയി. സമയം രാത്രി 9 മണിയായി. വർണ്ണ ദത്തൻ്റെ അരികിലായി വന്നിരുന്നു. ഒന്ന് കുനിഞ്ഞ് പതിയെ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ സ്പർശനം അറിഞ്ഞതും ദത്തൻ പതിയെ കണ്ണു തുറന്നു. നിനക്കെപ്പോഴും നെറ്റിയിൽ മാത്രം ഉമ്മ വയ്ക്കാൻ അറിയുള്ളോ? ദത്തൻ പൗരഭാവത്തോടെ എണീറ്റ് ബെഡ് റെസ്റ്റ് ചാരിയിരുന്നു. ദർശന ചേച്ചി ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു, ഞാൻ താഴേക്ക് പോവാ. അത് പറഞ്ഞു വർണ്ണ തിരിഞ്ഞു നടന്ന ദത്തൻ ബെഡിൽ നിന്നും ഇറങ്ങി അവളെ പിന്നിൽ നിന്ന് ലോക്ക് ചെയ്തു. വെറുതെ കളിക്കല്ലേ ദത്ത, എനിക്ക് താഴേക്ക് പോകണം. നിന്റെ വേദന കുറവുണ്ടാ? അവളുടെ മുടി മുന്നിലേക്ക് ഇട്ട് കഴുത്തിൽ മുഖം ചേർത്തോണ്ട് ചോദിച്ചു. കുറവുണ്ട് ദത്ത, ഞാൻ നോക്കട്ടെ. വേണ്ട. ദത്തൻ അവളുടെ ടീഷർട്ട് ഉയർത്താൻ നിന്നതും അവൻ്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ ഞാൻ നോക്കിയ? കൈ മാറ്റടേ, ഞാൻ നോക്കട്ടെ കല്ലപ്പം മാറിയോന്ന്. വേണ്ട ദത്ത, ഞാൻ കണ്ണാടിയിൽ നോക്കിയതാ, മാറി, ഇപ്പം കുഴപ്പമില്ല. ദേവുട്ടി, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. നീ കൈ മാറ്റിയാൽ ഞാൻ വെറുതെ നോക്കുള്ളൂ. ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിൻ്റെ ടീഷർട്ട് ഊരിയെടുക്കും. ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞ വേഗം അവൻ്റെ കയ്യിൽ പിടിവിട്ടു. കല്ലപ്പം കുറവുണ്ട്, നാളേക്ക് മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാട്ടാ. ദത്തൻ അവളുടെ ഇടുപ്പിൽ നോക്കി വാത്സല്യത്തോടെ പറഞ്ഞു. എന്നാൽ എൻ്റെ കുട്ടി താഴേക്ക് പൊക്കോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. അവളെ തിരിച്ചു നിർത്തി ചുണ്ടിലൊന്നും ഉമ്മ വെച്ച ശേഷം ദത്തൻ ബാത്റൂമിലേക്ക് പോയി. എന്നാൽ വാതിലിനരികിൽ ഇതെല്ലാം കണ്ടു നിന്ന പാർവതി ദേഷ്യത്തോടെ താഴേക്ക് ഇറങ്ങിപ്പോയി, ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ. വർണ്ണ താഴെ എത്തുമ്പോൾ ചെറിയമ്മ മാത്രം അവളോട് വേദനയുടെ കാര്യം ചോദിച്ചുള്ളൂ. അവൾ എന്നത്തെയും പോലെ ദർശനയുടെ അരികിലുള്ള തൻ്റെ സീറ്റിൽ വന്നിരുന്നു. പാർവതിയും മാലതിയും എപ്പോഴത്തെയും പോലെ ദത്തൻ്റെ ചേറിൻ്റെ അപ്പുറത്തിപ്പുറത്തായി വന്നിരുന്നു. പക്ഷെ ഫ്രഷായി താഴേക്ക് വന്ന ദത്തൻ നേരെ വർണ്ണയുടെ അടുത്തുള്ള സീറ്റിൽ വന്നിരുന്നു. വർണ്ണ അവൻ അത്ഭുതത്തോടെ നോക്കിയതും അവൻ ഒരു കള്ളച്ചിരിയോടെ തൻ്റെ ഇടത് കൈ അവളുടെ വലത് കൈയിൽ കോർത്തു പിടിച്ചു. അമ്മയും ചെറിയമ്മയും കൂടിയാണ് എല്ലാവർക്കും ഉള്ള ഭക്ഷണം വിളമ്പിയത്. പാർവതി ദത്തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും വർണ്ണയ്ക്ക് ചെറിയൊരു അസൂയ തോന്നിയിരുന്നു. പക്ഷെ അതവൾ പുറത്ത് കാണിച്ചില്ല. ഇവിടെ വന്നതിൽ പിന്നെ ദർശനയും ഭദ്രയും ശീലവും മുത്തശ്ശിയും പാർവതിയും മാത്രമാണ് തന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുള്ളൂ. എന്താ മോളെ, കഴിക്കുന്നില്ലേ?
എല്ലാവരും കഴിക്കാൻ തുടങ്ങിയത് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന വർണ്ണയോട് ചെറിയമ്മ ചോദിച്ചു. അത് കേട്ടും വർണ്ണ ദയനീയമായി ദത്തനെ ഒന്ന് നോക്കി. ദത്തനാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ദത്ത, അവൾ പതിയെ അവനെ കേൾക്കാൻ പാകത്തിൽ വിളിച്ചു. അവൻ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എന്താ എന്ന രീതിയിൽ തല ചരിച്ച് അവളെ നോക്കി. എനിക്ക് കഴിക്കണം. കഴിച്ചോ? ഞാൻ പറഞ്ഞ കഴിക്കണ്ടെന്ന്. എൻ്റെ കൈ വീട്, എന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, അവൾ ദയനീയമായി പറഞ്ഞു. ആണോ? അവൻ അവൻ്റെ സ്ഥിരം കള്ളച്ചിരിയെ ചോദിച്ചതും വർണ്ണ അവനെ കണ്ണു തുറപ്പിച്ചു നോക്കി. അത് കണ്ടത് അവൻ പതിയെ അവളുടെ കയ്യിൽ പിടിവിട്ടു. ദേവ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് എന്താ നിന്റെ തീരുമാനം? പപ്പ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഗൗരവത്തിൽ ചോദിച്ചു. അതിനുള്ള ഉത്തരം ഞാൻ ഇന്നലെ തന്നെ തന്നല്ലേ പപ്പേ, ദത്തൻ മുഖം ഉയർത്താതെ തന്നെ പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ വാശിയാണ് വലുത്. അതിനിടയിൽ മറ്റാളുകളുടെ വിഷമത്തെ പറ്റിയോ സങ്കടത്തെ പറ്റി ആരും ഒന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. വാശിയും ദേഷ്യവും മനസ്സിൽ വെച്ച് ജീവിതകാലം മുഴുവൻ നടന്നോ. പപ്പ ദേഷ്യത്തിലാണ് പറഞ്ഞെങ്കിലും ആ വാക്കുകളിലൂടെ സങ്കടം എല്ലാവർക്കും മനസ്സിലായിരുന്നു. ഇതെന്റെ ദേഷ്യം വാശിയല്ല. അടുത്ത മാസം ഞങ്ങൾ തിരിച്ചു പോകും. പിന്നെ ഞാൻ എന്തിനു വെറുതെ ഒരു മാസത്തേക്ക് മാത്രമായിട്ട് ആ കമ്പനിയിൽ കയറി ഇടപെടണം? കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വരാൻ തന്നെ ഒരു മാസം വേണം. ഞാൻ മാത്രമല്ല, ഈ കുടുംബത്തിലുള്ളത് ശ്രീരാഗില്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും പൂർണ്ണിമയോട് വരാൻ പറയേ. അത് കേട്ടത് എല്ലാവരും ശ്രീരാഗിൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് തറവാട്ടിലെ ബിസിനസ്സിൽ ഇടപെടാൻ വരില്ല എന്ന്. എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. അതുമാത്രമല്ല, ഞാനിപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ അതിലാണ്. അത് പറഞ്ഞ ശ്രീരാഗ് എഴുന്നേറ്റ് പോയി. പിന്നീട് അവരുടെ ഒരു തരത്തിലുള്ള സംസാരം നടന്നില്ല. പപ്പയുടെ മുഖം കണ്ടു വർണ്ണയ്ക്ക് എന്തോ ഒരു സങ്കടം തോന്നി. സാധാരണ ദർശനയോട് കലപില സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വർണ്ണ അന്ന് സൈലൻ്റ് ആയിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് പപ്പയുടെ മുഖത്തേക്കും ദത്തൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിരിക്കാതെ വേഗം കഴിച്ച് എഴുന്നേൽക്കൂ കുഞ്ഞാ. ദത്തൻ അവളുടെ നെറ്റിയിൽ തലോടിക്കൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റു. എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ദേവദത്തൻ വർണ്ണയോട് മാത്രം സ്നേഹത്തിലൂടെ സംസാരിക്കുള്ളൂ. അവളെ വഴക്ക് പറയുമ്പോൾ പോലും അതിൽ വാത്സല്യം നിറഞ്ഞു നിൽക്കും. ഈ 2 ദിവസം കൊണ്ട് തന്നെ എല്ലാവർക്കും അത് മനസ്സിലായിരുന്നു. ദേവദത്തിൻ്റെ വീക്ക് പോയിന്റാണ് വർണ്ണയെന്ന് മാലതിയും മനസ്സിലാക്കി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ റൂമിലേക്ക് പോവാതെ താഴെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ട് മെയിൻ ഡോറിലേക്ക് അടുത്തേക്ക് വരും. പിന്നെ എന്തോ ആലോചിച്ച് തിരികെ തന്നെ പോവും. വർണ്ണയ്ക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉമ്മറത്തെ സ്റ്റെപ്പിലിരിക്കുന്ന ദത്തൻ്റെ പപ്പ വർണ്ണയുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് തിരിഞ്ഞു നോക്കി ചോദിച്ചു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? അവൾ വാതിലിനരികിൽ നിന്നുകൊണ്ട് ചോദിച്ചതും പപ്പ വായെന്ന രീതിയിൽ കൈകാട്ടി വിളിച്ചു. ഞാനിവിടെ ഇരുന്നോട്ടെ? വീണ്ടും പപ്പയുടെ അടുത്തെത്തിയത് അവൾ ചോദിച്ചു. അവളുടെ മുഖഭാവം കണ്ട് പപ്പയ്ക്ക് ചിരി വന്നിരുന്നു. ഇതിനൊക്കെ എന്തിനാ കുട്ടി ഇങ്ങനെ ചോദിക്കണേ? ഇരുന്നൂടെ? പപ്പ പുഞ്ചിരിയോടെ പറഞ്ഞു. പറഞ്ഞ മടിച്ചു പപ്പയ്ക്ക് അടുത്തായിരുന്നു. അത് പിന്നെ ഞാൻ അവൾ എന്തു പറയണമെന്നറിയാതെ തപ്പി തടഞ്ഞു തുടങ്ങി. പപ്പയാണെങ്കിൽ ഇതെന്താ എന്ന ഭാവത്തിൽ താടിക്ക് കൈ കൊടുത്ത് അവളെ നോക്കിയിരിക്കുകയാണ്. ഞാൻ എന്താ വിളിക്കുക? സ്വയം ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അത് കണ്ട് പപ്പ സംശയത്തോടെ നെറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞേടാ ആരാ? ദത്തൻ്റെ അച്ഛൻ. ദത്ത നിൻ്റെ ആരാ? ഭർത്താവ്. ആണല്ലോ. അപ്പൊ ഭർത്താവിൻ്റെ അച്ഛൻ എന്താ വിളിക്കുക? അച്ഛൻ. അപ്പം എങ്ങനെയും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി. അത് കേട്ടതും പറഞ്ഞയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എന്നാൽ ഞാൻ ദത്തൻ വിളിക്കുന്ന പോലെ പപ്പ എന്ന് വിളിച്ചോട്ടെ? അവൾ പ്രതീക്ഷയോടെ ചോദിച്ചും പപ്പ സമ്മതത്തോടെ തലയാട്ടി. അല്ല, എന്താ ഇപ്പം എന്നെ കാണാൻ വന്നതിൻ്റെ ഉദ്ദേശം? അത് പറ, അത് ഞാൻ കേൾക്കട്ടെ. പപ്പയ്ക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടാ? വർണ്ണ ചോദിച്ചതും പപ്പ അത്ഭുതത്തോടെ അവളെ നോക്കി. മോളെന്താ അങ്ങനെ ചോദിച്ചേ? അതിന്ന് പപ്പ ദത്തനോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞില്ലേ? അപ്പം ദത്തൻ വരില്ല എന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്ക് ഒരുപാട് സങ്കടമായ പോലെ തോന്നി. അവിടെ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? പപ്പയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അത് കുറഞ്ഞു. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്നോട് ആരും എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇന്നലെ കയറി വന്ന മോളെങ്കിലും ചോദിച്ചല്ലോ. പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായി.
എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച ബിസിനസ്സാണ് പാലക്കൽ എക്സ്പോർട്ടിങ്. അന്ന് അതൊരു ചെറിയ സംരംഭമായിരുന്നു. പിന്നീട് ഞാനത് ഏറ്റെടുത്താണ് ഇന്ന് ഈ കാണുന്ന നിലയിൽ പാലക്കൽ എക്സ്പോർട്ടിങ് വളർന്നത്. പക്ഷെ ഇപ്പം അതെല്ലാം ഇല്ലാതാകുന്ന അവസ്ഥയാണ്. ഞാൻ വളർത്തിയെടുക്കുന്ന കമ്പനി ഏത് നിമിഷവും ഇല്ലാതാകും. ഒന്നും ആരെയും വിശ്വസിക്കാൻ ഏൽപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അവസാന പ്രതീക്ഷ ദേവിയായിരുന്നു. ഇപ്പം അവനും കൈയൊഴിഞ്ഞു. അച്ഛൻ അകലേക്ക് നോക്കി പറഞ്ഞു. വർണ്ണ എന്തു പറഞ്ഞ് പപ്പയെ ആശ്വസിപ്പിക്കണമെന്നാലും അറിയില്ലായിരുന്നു. ദേവുട്ടിയെ കുറേ നേരം ആയിട്ടും വർണ്ണയെ താഴേക്ക് കാണാത്തതുകൊണ്ട് അവളെ അന്വേഷിച്ച് വന്നാണ് ദത്തൻ. ഉമ്മർത്ത് പപ്പയുടെ അടുത്തിരിക്കുന്ന വർണ്ണയെ കണ്ടത് അവൻ ഡോറിൻ്റെ അരികിലായി നിന്നു. സമയം ഒരുപാടായി, മോള് പോയി കിടന്നുറങ്ങിക്കോ. ദത്തനെ കണ്ടതും പപ്പ പറഞ്ഞു. ദത്ത ഒന്നിങ്ങ് വാ. വർണ്ണ വിളിച്ചത് അവൻ മനസ്സോടെ അവരുടെ അരികിലേക്ക് വന്നു. ഇവിടെ ഇരിക്കുക ദത്ത. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലെത്തി. ഇപ്പോൾ വർണ്ണയുടെ വലത്തുഭാഗത്ത് പപ്പയും ഇടത്തുഭാഗത്ത് ദത്തനാണ് ഇരിക്കുന്നത്. ദത്ത, പപ്പയുടെ കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ പപ്പയ്ക്ക് പറയാനുള്ള ഒന്ന് കേൾക്ക്, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ റൂമിലുണ്ടാവും. വേണ്ട, ഇവിടെ ഇരിക്കി. എഴുന്നേറ്റ് പോകാൻ നിന്ന വർണ്ണയുടെ കൈ പിടിച്ച് പപ്പയും ദത്തനും ഒരുമിച്ച് പറഞ്ഞു. അത് കണ്ട് വർണ്ണയ്ക്ക് ചിരി വന്നു. അവൾ വീണ്ടും ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. പപ്പേ, ദത്തൻ അകലേക്ക് നോക്കിയിരിക്കുന്ന മുകുന്ദനെ വിളിച്ചു. എന്താ പപ്പ, കമ്പനിയിൽ പ്രശ്നം? ദത്തൻ എഴുന്നേറ്റ് പപ്പയുടെ അരികിലിരുന്നു. നീ ഇവിടുന്ന് പോകുമ്പോൾ ഉള്ള കമ്പനി അല്ലടാ അത്. പണ്ടത്തെ നമ്മന കമ്പനിയുടെ പകുതി പ്രോഫിറ്റ് പോലും ഇപ്പം ഇല്ല. പേരിനും ഒരു കമ്പനി അത്രയേ ഉള്ളൂ. എക്സ്പോർട്ടിങ് സെഷനിലെ പകുതി ഷെയർ ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ കയ്യിലാണ്. അധികം വൈകാതെ എക്സ്പോർട്ടിങ് കൂടെ അവൻ്റെ കയ്യിലാവും. അവൻ എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലാതെ ഈ കുറച്ച് കാലം കൊണ്ട് അവൻ ഇത്രയും ഉയരില്ല. പക്ഷെ അവനെ കുറ്റക്കാരനാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ ഇതെല്ലാം എൻ്റെ സംശയമാണെങ്കിലോ? എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ കമ്പനി നഷ്ടപ്പെടുത്താൻ വയ്യ ദേവാ. അതാ നിന്നെ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചത്. പക്ഷെ നിന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ വേണ്ടടാ. പപ്പ ഇടർച്ചയോടെ പറഞ്ഞു നിർത്തി. ദത്തൻ ഒരു ആശ്വാസം എന്ന പോലെ പപ്പയുടെ കയ്യിൽ തൻ്റെ കൈ കോർത്ത് പിടിച്ചു. പപ്പ വിഷമിക്കാതെ, എനിക്കൊന്ന് ആലോചിക്കണം, എന്നിട്ട് ഞാൻ നാളെ പറയാം. നാളെ അയാളെത്തുമല്ലോ, ചന്ദ്രശേഖർ. ഏട്ടാ. അപ്പോഴേക്കും ദത്തൻ്റെ അമ്മ പുറത്തേക്ക് വന്നിരുന്നു. വർണ്ണയെ കണ്ടത് അമ്മയുടെ മുഖമൊന്ന് മങ്ങി. അവൻ വർണ്ണയെ ശ്രദ്ധിക്കാതെ പപ്പയുടെ അരികിലെത്തി. ഏട്ടാ, പാറുമോക്ക് എന്തൊരു സങ്കടം പോലെ. അതുകൊണ്ട് ഞാനിന്ന് മോളിലൊപ്പം കിടക്കാട്ടോ. മറുപടിക്ക് കാത്തു നിൽക്കാതെ അമ്മ അകത്തേക്ക് പോയി. അമ്മയ്ക്കൊരു മാറ്റമില്ല അല്ലേ? അമ്മ പോകുന്ന നോക്കി ദത്തൻ ചോദിച്ചു. എന്തു മാറ്റം? അവർക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് പാർവതിയും ദേവനുമാണല്ലോ. ദേവനുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഞാനിവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നതോടുകൂടെ അമ്മ ഇപ്പം പണ്ടത്തെ പോലെ എന്നോട് സംസാരിക്കാറില്ല. അത് നിന്നോട് സ്നേഹമില്ല എന്നിട്ടൊന്നുമല്ല, പാർവതിക്ക് വേണ്ടിയാ. എനിക്കറിയാം നീ ഇവിടെ നിന്ന് പോയിട്ടും മാസത്തിലൊരിക്കൽ കുടുംബക്ഷേത്രത്തിൽ വെച്ച് അമ്മയെ കാണുന്നതൊക്കെ. ഇപ്പോഴും നീ പപ്പയെ മറന്നല്ലേ? അത് കേട്ടതും ദത്തന് നൽകാനൊരു ഉത്തരം പോലും ഉണ്ടായില്ല. പറ്റിയില്ല പപ്പേ, ആകെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. എല്ലാവരും കൂടെ തെറ്റിദ്ധരിച്ചപ്പോൾ, സ്നേഹിച്ചവർ ചതിച്ചപ്പോൾ എല്ലാത്തിനോടും ഒരു തരം വെറുപ്പായി. പപ്പ പോലും എന്നെ വിശ്വസിച്ചില്ലല്ലോ. ക്ഷമിക്കടാ. അപ്പോഴത്തെ പപ്പയുടെ അവസ്ഥ അതായിരുന്നു. എല്ലാവരെയും കണ്ണുമടച്ച് വിശ്വസിച്ചു. പക്ഷെ ഇപ്പം മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും തനി സ്വഭാവം. പപ്പ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. മോളമ്മ ഇതുവരെ ഒന്നും സംസാരിച്ചില്ല അല്ലേ? ഇല്ല, അവൾ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി. മോളത് കാര്യമാക്കണ്ട. ഇവനൊരു അനീതി ഉണ്ടല്ലോ ശീലോ. അവൾക്ക് എന്നും പരാതിയായിരുന്നു. അമ്മയ്ക്ക് അവളെക്കാളും ഇഷ്ടം പാറുവിനോടാണെന്ന്. പാവം, അവളുടെ ചെറിയമ്മ ഉള്ളത് കാരണം എൻ്റെ കുട്ടിക്ക് അമ്മയുടെ കരുതൽ കിട്ടി. സമയം ഒരുപാടായി, പോയി കിടക്കാൻ നോക്കിക്കോ. ദത്തൻ തലയാട്ടി വർണ്ണയും വിളിച്ച് അകത്തേക്ക് പോയി. അച്ഛൻ അകത്തേക്ക് വരുന്നില്ലേ? ഡോറിൻ്റെ അരികിലെത്തിയ ദത്തൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു. കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെടോ, നിങ്ങൾ പൊക്കോ. പപ്പ പാവല്ലേ ദത്ത? ദത്തൻ്റെ കയ്യിൽ തൂങ്ങി പിടിച്ച് റൂമിലേക്ക് വരുന്ന വർണ്ണ ചോദിച്ചു. ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് ബാത്റൂമിലേക്ക് ടവലെടുത്ത് പോയി. വർണ്ണ നേരെ വന്ന് ബെഡിൽ റെസ്റ്റ് ചാരിയിരുന്നു.
ഇവനെന്തിനെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുളിക്കുന്നതെന്തോ? വർണ്ണ ഫോണും എടുത്ത് ഓരോന്ന് നോക്കാൻ തുടങ്ങി. അനുവിൻ്റെയും വേണിയുടെയും കുറേ മിസ് കോളുകൾ വന്ന് കിടക്കുന്നുണ്ട്. സമയം 10 മണി കഴിഞ്ഞു. നാളെ വിളിക്കാമെന്ന് കരുതി നോക്കുമ്പോൾ വാട്സപ്പിൽ കുറേ വേണിയുടെയും അനുവിൻ്റെയും വോയിസ് മെസ്സേജ്. അവർ 3 പേരും കൂടെ ക്ലാസ്സിലെ കുട്ടികളുടെ കുറ്റം പറയലും സീനിയർ ചേട്ടന്മാരെക്കുറിച്ച് ചർച്ച ചെയ്യാനും കോഴിത്തരങ്ങൾക്കും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. വർണ്ണ ഓരോ വോയിസ് ഓപ്പൺ ചെയ്തു. വർണ്ണ മോളെ, അനുമോളെ, നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റ് വർക്കും കംപ്ലീറ്റ് ആയോ? വേണി ചോദിച്ചു. ഇനി ക്ലാസ് തുടങ്ങാൻ 1 മാസം ഉണ്ടല്ലോ, ഇനിയും ദിവസമുണ്ട് അതൊക്കെ ചെയ്യാൻ, അനു പറഞ്ഞു. അങ്ങനെ വിചാരിച്ചിരിക്കണ്ടനു. ഈ ഇന്ദു മാമിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എപ്പോഴാ സ്വഭാവം മാറുന്നതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം കയറി പെണ്ണുമ്പുള്ള നാളെ എങ്ങാനും സബ്മിറ്റ് ചെയ്യണമെന്ന് തലേദിവസം പറഞ്ഞാൽ നമ്മൾ പെടും, വേണി പറഞ്ഞു. അത് ശരിയാ, എന്തായാലും നാളെ മുതൽ വർക്ക് തുടങ്ങണം, വർണ്ണ പറഞ്ഞു. മോളെ, നീ ഇതൊക്കെ കേൾക്കുന്നുണ്ട് അല്ലേ? അനു ചോദിച്ചു. അവളിപ്പോ തറവാട്ടിൽ അടിച്ചു പൊളിക്കല്ലേ, ഇതിനൊന്നും സമയം കാണില്ല, വേണി പറഞ്ഞു. വർണ്ണ എന്തായാലും ഹോം വർക്കിന്റെ കാര്യം മറക്കണ്ട, നാളെ മുതൽ തുടങ്ങിക്കോ, അനു പറഞ്ഞു. ഗുഡ് നൈറ്റ് ഡിയേഴ്സ്, വേണി പറഞ്ഞു. ഗുഡ് നൈറ്റ് ബേബീസ്, അനു പറഞ്ഞു. ഓക്കെ, അപ്പം നാളെ മുതൽ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, വർണ്ണ ടൈപ്പ് ചെയ്തു. ശേഷം അവൾ മറ്റു ഗ്രൂപ്പിലെ മെസ്സേജുകൾ നോക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ദത്തൻ്റെ കുളി കഴിഞ്ഞു വന്നു. അവനൊരു മുണ്ടെടുത്ത് കയ്യിലെ ടവൽ ചെയറിൽ വെച്ചിട്ടു. ശേഷം വർണ്ണയുടെ മടിയിൽ വന്ന് കിടന്നു. ദത്ത, മനുവേട്ടൻ ദുബായി പോവാല്ലേ? അവൻ്റെ മുഖത്തേക്ക് പാറി വീണ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. നീ എങ്ങനെ അറിഞ്ഞു? മനുവേട്ടൻ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഗ്രൂപ്പിലാ? ദത്തൻ ചോദിച്ചു. വർണ്ണ അബദ്ധം പറ്റിയ പോലെ നാവ് കടിച്ചു. പറയടി, ഏതാ ഗ്രൂപ്പ്? അന്ന് കോകില ചേച്ചിയുടെ കല്യാണത്തിന് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു, ദത്തനും പിള്ളേരും നനയുമൊക്കെ ആയിട്ട്. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് നീ വഴക്ക് പറയുമെന്ന് കരുതി പറയാതിരുന്നതാ. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് പറയണം കേട്ടോ.